നമസ്കാരം, എല്ലാവർക്കും ഷേളീസ് മൈക്രോ കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അൽ വത്ബ സൈക്ലിംഗ് ട്രാക്കിലേക്കാണ് ഇന്ന് പോകുന്നത്. ഏകദേശം ഇവിടുന്ന് ഒരു അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. അബുദാബിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. ഇപ്പോൾ സമയം ഒരു ഏകദേശം 6 മണിയായി. 5:45 ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ 15 മിനിറ്റ് ലേറ്റായി. അപ്പം ഞങ്ങളുടെ കൂടെ വരുന്ന 2 ഫാമിലീസ് ഞങ്ങളെക്കാൾ മുൻപേ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ അടുത്തുള്ള ഫസ്റ്റ് പമ്പിൽ, അലൈൻ പമ്പിൽ വെയിറ്റ് ചെയ്യാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരു ഏകദേശം 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും ഇങ്ങനെയുള്ളൊരു വെളുപ്പാങ്കാലത്തുള്ളൊരു യാത്ര. ലൈറ്റൊന്നും ഇതുവരെയും സ്ട്രീറ്റ് ലൈറ്റുകൾ അണഞ്ഞിട്ടില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോഴും നമുക്ക് കാണാം. കാരണം വെട്ടം അല്പം ഇത്തിരി വന്നിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ 6 മണി 6:10 ആയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഫ്ലാറ്റിൽ അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇത്ര ഏർലി ആയിട്ടുള്ളൊരു യാത്ര ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ് തരുന്നത്. സൈക്കിൾ ട്രാക്കിലേക്ക് ഞങ്ങൾ പോകാനൊരു കാരണം കൂടിയുണ്ട്. ഈ അടുത്ത് അഹനയ്ക്കൊരു ബൈസിക്കിൾ വാങ്ങിക്കൊടുത്തായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ അത് നല്ലതുപോലെ റൈഡ് ചെയ്യാൻ അഹനയ്ക്ക് അറിയത്തില്ല. ഇതിനു മുമ്പ് അങ്ങനെ നല്ലൊരു നോർമൽ രീതിയിലുള്ള ബൈസിക്കിൾ അവൾ ചവിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റെബിലൈസറൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ചവിട്ടാൻ അറിയുള്ളൂ. ഈ വിഷ്വൽസ് അഹനയ്ക്ക് സൈക്കിൾ വാങ്ങാൻ പോയപ്പോൾ എടുത്തതാണ്. ഡെക്കാത്തലൻ എന്ന് പറഞ്ഞിട്ട് അബുദാബിയിലുള്ള ഒരു സ്പോർട്സിൻ്റെ ഷോപ്പാണ്. എല്ലാ ടൈപ്പിലുള്ള എക്യുപ്മെൻറ്റ്സും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സ്റ്റെബിലൈസേഴ്സ് വെച്ചതുകൊണ്ടാണ് അഹനയ്ക്ക് ഇങ്ങനെ ചവിട്ടാൻ പറ്റുന്നത്. സ്റ്റെബിലൈസർ മാറ്റുമ്പോൾ അറിയാം കഥ എന്താവുമെന്ന്. നാട്ടിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് വിശാലമായ പറമ്പും റോഡ് സൈഡിലൊക്കെ സൈക്കിൾ ചവിട്ടാൻ സ്ഥലമുണ്ട്. ഇവിടെ ഈ വീട്ടിൻ്റെ അകത്തിട്ടിട്ട് അഹന ഇങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് വേഗം ഒന്ന് പോയി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ പമ്പിലെത്തി. അവിടെ ഞങ്ങളെ കാത്ത് അവരെല്ലാവരും ഉണ്ട്. അഹനയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് തനിഷ്കയുടെ അച്ഛനും അമ്മയാണ് രാജേഷും വിജിയും. അങ്ങനെ അടുത്ത ഫാമിലി എത്തിയിട്ടുണ്ട്. തമർ ആൻഡ് ഹന. അവർക്ക് 2 മക്കളാണ്. തമർ ശ്രീലങ്കൻ സിറ്റിസൺ ആണ്. അപ്പം ഞങ്ങളെല്ലാവരും വീണ്ടും സൈക്കിൾ ട്രാക്കിലേക്ക് പോകാനായിട്ട് കാറിൽ കയറാൻ പോവാണ്. അഹന ഭയങ്കര എക്സൈറ്റഡ് ആണ് അഹനയുടെ ഫ്രണ്ടിനെ കണ്ടതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറാൻ പോയപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് 2 പേരും ഭയങ്കര ടൈപ്പായി. അവർ 2 പേരും ഒരു കാറിലേ പോകുന്നുള്ളൂ. അങ്ങനെ തനിഷ്ക ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കാറിൽ കയറി. ഫ്രണ്ട്സ് ഭയങ്കര ഹാപ്പിയായി. അഹനയും തനിഷ്കയും വാദോരാതെ സംസാരിക്കുകയാണ്. അവർ കളിക്കുന്നു, അവർ സ്കൂളിലെ കഥ പറയുന്നു. അപ്പോൾ റോഡിൽ അല്പം ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ഒരു മഴയുടെ ലക്ഷണം പോലൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദൂരെ സിഗ്നൽ ബോർഡിൽ ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. ഡെൻസ് ഫോഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരെ നല്ല മഞ്ഞ് എന്തായാലും ഉണ്ടാവും. UAEയിൽ വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ രാവിലെ സമയങ്ങളിൽ നല്ല മഞ്ഞ് ഇങ്ങനെ വരാറുണ്ട്. ചില സമയങ്ങളിൽ അതൊരു 7:30-8 മണി വരെ തന്നെ നിൽക്കും. ബോർഡിൽ വാണിങ് തന്നതുപോലെ തന്നെ നല്ല ഫോഗായിട്ടുണ്ട്. 0 വിസിബിലിറ്റിയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. മുമ്പിൽ പോകുന്ന രാജേഷിൻ്റെ കാറൊന്നും ഒട്ടും കാണാൻ പറ്റുന്നില്ല. അവർ ആ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അതും നമുക്കിപ്പോൾ ഒട്ടും വിസിബിൾ അല്ല. ശരിക്കും നല്ല തിക്ക് ഫോഗ് തന്നെയാണ് മുമ്പിൽ കാണുന്നത്. ചില സമയങ്ങളിലൊക്കെ ഭയങ്കര ഫോഗായി കഴിഞ്ഞാൽ നല്ല ആക്സിഡൻറ്റ് നടക്കുന്നൊരു സ്ഥലമാണ് അബുദാബി. അത് മെയിൻ റോഡിലാണ്. എന്നാലും വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഈ സമയത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. 0 വിസിബിലിറ്റി ആയി കഴിയുമ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിൽ പോകുന്ന വണ്ടികളൊക്കെ ബ്രേക്ക് ചെയ്താൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളും ഇപ്പോൾ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഏരിയ കഴിഞ്ഞപ്പോൾ കുറച്ച് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഫോഗൊക്കെ ആ ഏരിയയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടെ വിസിബിലിറ്റിയൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ദൂരെയൊക്കെ നമുക്കിപ്പോൾ കാണാം. അബുദാബി സിറ്റിയിൽ നിന്നാണ് ഈ അൽ വത്ബ ഏരിയയിലേക്ക് വരുന്നതെങ്കിൽ 1 മണിക്കൂറും ഒരു 10 മിനിറ്റ് ഡ്രൈവൊക്കെ ഉണ്ടാവും. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് വരാൻ ഒരു അരമണിക്കൂർ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. വത്ബ സൈക്ലിംഗ് ട്രാക്കിൻ്റെ ആ ഓപ്പണിങ്ങിൽ എത്തിയിട്ടുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ലൈറ്റ് പോൾസ് കാണുന്ന ആ സ്ഥലത്തു നിന്നാണ് ഈ സൈക്ലിംഗ് ട്രാക്ക് ആരംഭിക്കുന്നത്. UAEയിലെ ഒരു വലിയ സൈക്ലിംഗ് ട്രാക്ക് കൂടിയാണ് അൽ വത്ബ സൈക്ലിംഗ് ട്രാക്ക്.
ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലായിട്ടുള്ള സൈക്കിൾ റൈഡേഴ്സ് വന്ന് റൈഡ് ചെയ്യുന്ന സ്ഥലം കൂടിയാണത്. ഒരുപാട് കിലോമീറ്റർ ഉണ്ട്, ഒരു 8 കിലോമീറ്റർ ട്രാക്കാണ് അവർ സൈഡിൽ ഇട്ടേക്കുന്നത്. പക്ഷേ ഈ സൈഡിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രാക്ക് കാണാൻ പറ്റില്ല. രാജേഷ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് അങ്ങ് റേസിംഗ് ട്രാക്കിലേക്ക് പോകണ്ട, കാരണം എന്ന് വെച്ചാൽ അഹനയ്ക്ക് നല്ലതുപോലെ സൈക്കിൾ അങ്ങനെ റൈഡ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് അൽവദ്ബ ലേക്കിൽ പോയിട്ട് അതിൻ്റെ അകത്ത് സൈക്കിൾ ചവിട്ടാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായി. ഈ ലേക്കിൻ്റെ അകത്തേക്ക് ഫാമിലിക്ക് മാത്രമേ എൻട്രൻസ് ഉള്ളൂ. അപ്പം നമ്മളിങ്ങോട്ട് കയറാൻ നേരം അവർ നമ്മളെ ചെക്ക് ചെയ്തിരുന്നു എത്ര പേരാണ്, ഫാമിലി ആണോ എന്നൊക്കെ. നമ്മളിപ്പോൾ ആ ലേക്കിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം, അങ്ങനെ ഡെഡിക്കേറ്റഡ് ഏരിയ ഒന്നുമില്ല. നമുക്ക് ആ ലേക്കിൻ്റെ സൈഡിലേക്ക് തന്നെ കാറ് പാർക്ക് ചെയ്ത് നിർത്താം. എല്ലാവരും കാറൊക്കെ പാർക്ക് ചെയ്തിട്ടൊന്ന് ഇറങ്ങി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ് വന്നിറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ കണ്ണിൽ കിട്ടിയത്. ശരിക്കും നാട്ടിലൊക്കെ വന്നിറങ്ങിയ ഒരു പ്രതീതിയാണ്. നമ്മുടെ നാട്ടിലൊക്കെയാണ് സാധാരണ ഇത്രയും പച്ചിപ്പും ഈ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടാറുള്ളത്. അതേ സെയിം ഒരു ഫീലാണ്. മാത്രമല്ല നല്ല തണുത്ത കാറ്റാണ് രാവിലെ ആയതുകൊണ്ട്. ഇവിടെ മുഴുവനും കിളികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, അധികം ആളുകളൊന്നുമില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇവിടെ എല്ലാം ആ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് എങ്ങനെയാണോ നമുക്ക് ആ സൗണ്ടൊക്കെ കിട്ടുന്നത് അതേ സൗണ്ടാണ് ഇവിടെ എല്ലാം. ഒരുപാട് കൊക്കിൻ്റെ വെറൈറ്റി ഉണ്ട്. ഞങ്ങളെ കൂടാതെ ഇതുപോലെ കുറേ ഫാമിലി ഉണ്ട്. അവരിങ്ങനെ ടെൻ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം അവരുടെ ഹൈറ്റിനുള്ള ചെറിയ സൈക്കിളും വലിയവർക്കുള്ള സൈക്കിളും പിന്നെ അതുകൂടാതെ സ്കൂട്ടറും എല്ലാം ആയിട്ടാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരും എന്തിനാണോ വന്നത് എല്ലാവരും സൈക്കിളും എടുത്ത് ചവിട്ടി തുടങ്ങി. അഹനെ ആദ്യം അജി ഒന്ന് ഫ്രണ്ടിലൊക്കെ ഇരുത്തി ഒന്ന് പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് ചവിട്ടി തുടങ്ങുവാണ്. ബോയ്സ് ആണെങ്കിൽ അവരുടെ ഫൺ അവർ തുടങ്ങിക്കഴിഞ്ഞു. അവർ സ്കൂട്ടറിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് നടക്കുകയാണ്. തനിഷ്കയ്ക്ക് നല്ല ബാലൻസ് ആണ്. തനിഷ്ക നല്ലതുപോലെ, കുറച്ചുകൂടി ചെറിയ സൈക്കിളാണ് എന്നാലും നല്ല ബാലൻസ് ഉണ്ട്. തനിഷ്കയും നല്ലതുപോലെ ചവിട്ടുന്നുണ്ട്. അഹനയുടെ പേടി മാറാൻ വീണ്ടും വീണ്ടും അജി ഇങ്ങനെ കൊണ്ടു നടക്കുവാണ്. അഹന സ്റ്റെബിലൈസർ വെച്ചിട്ട് റൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല അൺഈവൻ സർഫസ് ആണ് ഇവിടെ, കുറച്ച് സാൻഡൊക്കെ കുറച്ച് കൂടുതലുണ്ട്, എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട് നല്ലതുപോലെ. എല്ലാവരും സൈക്കിൾ ചവിട്ടുന്ന കണ്ടപ്പോൾ എനിക്കും ചവിട്ടാതിരിക്കാൻ പറ്റുന്നേയില്ല. ഒരുപാട് നാളായി ഇപ്പോൾ സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടിയിട്ട്. പേടിയുണ്ടായിരുന്നു ആദ്യം കയറുമ്പം പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ ഒരു പ്രശ്നമില്ല, നമ്മൾ ഈ സൈക്കിൾ ബാലൻസും ഡ്രൈവിങ്ങും ഒക്കെ ഒരിക്കലും നമ്മൾ മറന്നു പോകില്ല. അഹനയുടെ ചെറിയ സൈക്കിളിലാണ് ഞാൻ ആദ്യം ഒന്ന് ചവിട്ടി തുടങ്ങിയത്. അതിന് ശേഷമാണ് വലിയ സൈക്കിൾ എടുത്തിട്ട് ഒന്ന് ചവിട്ടാൻ തുടങ്ങിയത്. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല ഈസി ആയിട്ട് ഇങ്ങനെ ചവിട്ടാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറേ റൗണ്ട് ആ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ അവിടെ എല്ലാം ഓടിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ഞാനിങ്ങനെ സൈക്കിൾ ഫ്രീ ആയിട്ട് ചവിട്ടി പോയതാണ്. Careful. ഇത് കൂടാതെ കുട്ടികളെല്ലാവരും കളിക്കാൻ വേണ്ടി സാൻഡ് കാസിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷവലൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അവരെന്തായാലും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളുമായിട്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഞങ്ങൾ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ വെള്ളത്തിലാണെങ്കിൽ ഇങ്ങനെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ കുളക്കോഴി എന്ന് പറയുന്ന ഒരിനമാണോ എന്നറിയില്ല. ശരിക്കും അതിങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തുകയും ചെയ്യും, പറന്ന് പോവുകയും ചെയ്യും. എനിക്ക് പേരറിയില്ല. അപ്പോൾ പിള്ളേരിങ്ങനെ അതിനെ സൗണ്ട് ഉണ്ടാക്കി വിളിച്ചപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പറന്നു പോയി. ഇപ്പോൾ അതിന് ശേഷമാണ് കണ്ടത് വെള്ളത്തിൽ കുറച്ചേറെ താറാവുകൾ ഇങ്ങനെ നീന്തുന്നുണ്ടായിരുന്നു. കുട്ടികൾ ഈ ഡക്കിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം അവരാകെ കാണുന്നത് വളരെ ചുരുക്കം ചില പൂച്ചകളൊക്കെ മാത്രം ഫ്ലാറ്റിൻ്റെ സൈഡിൽ താഴെയൊക്കെ കാണുന്നതാണ്. അതിനെയും ചെറിയ ചെറിയ കിളികളെയൊക്കെ കാണുമ്പോൾ തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല, നമുക്ക് എന്തെല്ലാം ടൈപ്പ് ആനിമൽസിനെ കാണാൻ പറ്റും.
അപ്പോൾ അവർ ഈ ഡക്സ് ഇങ്ങനെ അവരുടെ അടുത്തേക്ക് നീന്തി വരുമോ എന്ന് നോക്കിയിട്ട് അവിടെ തന്നെ കുട്ടികളിങ്ങനെ നിൽക്കുക. എന്തായാലും 2 പേര് വരുന്നുണ്ട് കരയിലേക്ക്. ഡക്ക് ഈ കരയിലേക്ക് വന്നത് മഹനയും തനിഷ്കയും ഓടി ഈ താറാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവർക്ക് അതുമായിട്ടൊക്കെ ഒന്ന് തൊട്ടു പിടിച്ച് കളിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഡക്കിനോട് സംസാരിക്കുകയാണ് 2 പേരും ചേർന്നിട്ട്. നിങ്ങൾ ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. ഡക്ക് അവരുടെ അടുത്തേക്ക് കുറച്ച് വരുമോ എന്നാണ് അവർ നോക്കുന്നത്. അവർക്ക് അതിനെ ഒന്ന് ടച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ എന്തായാലും ഡക്ക് നിന്നു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് നേരവും കൂടി ഡക്ക് ഇവരോട് അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഡക്ക് തിരിച്ചു പോയി. ഈ ലേക്കിലാണെങ്കിൽ ഒരുപാട് ഫിഷുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തീരാൻ പറ്റില്ല. നമ്മൾ ചില അമ്പലക്കുളങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണില്ലേ നിറച്ച് ഫിഷ്, അതുപോലെ ഓരോ ഇഞ്ചിലും ഫിഷ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഈ ലേക്കിൽ. ഇപ്പോൾ അടുത്ത സെറ്റ് ആൾക്കാർ റൈഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രാജേഷാണ് കുട്ടികളെയും കൊണ്ട് റൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് വേറെ ആൾക്കാരും ഈ 2 സൈഡിലും ഉണ്ട്. അവർ ക്യാരവനായിട്ടൊക്കെ വന്നിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടാവും. ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം അഹനെ തനിഷ്കയുടെ സൈക്കിളിൽ, അതിൻ്റെ അകത്താണെങ്കിൽ സ്റ്റെബിലൈസർ ഇല്ല, അത് വെച്ചിട്ട് ഇപ്പം അജി ഒന്ന് പഠിപ്പിച്ച് നോക്കുവാണ്. പക്ഷെ അഹന അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. അവൾ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. സൈക്കിളൊക്കെ റൈഡ് ചെയ്തിട്ട് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. അപ്പോൾ എല്ലാവരും കുറച്ച് സ്നാക്സും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പം എല്ലാവരും ഇരുന്നൊന്ന് കഴിക്കുവാണ്. അവിടെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല ഇരുന്ന് കഴിക്കാൻ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ചെയറും ഒരു ചെറിയ മാറ്റൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ലേക്കിൻ്റെ സൈഡിലിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. രാജേഷും വിജിയും കൂടെ ഫിഷിനെ ഒന്ന് ഫീഡ് ചെയ്യുവാണ്. അപ്പോൾ അവർ ആദ്യം കുറച്ച് നഗറ്റ്സിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ ചെറിയ ചെറിയ പീസാക്കി ദോശ ഇട്ട് കൊടുത്തപ്പം ഫിഷ് നല്ലതുപോലെ കഴിക്കുന്നുണ്ട്. അജിയും കുറച്ച് ദോശയുടെ പീസസുമായിട്ട് ഇങ്ങനെ ഫിഷിനിങ്ങനെ ഫീഡ് ചെയ്യാനായിട്ട് വന്നു നിന്നു. ബാക്കി ബ്രെഡ് നഗറ്റ്സ് അങ്ങനെയൊന്നും ഇട്ട് കൊടുത്തിട്ട് അത്രയ്ക്ക് അതിങ്ങനെ ചാടി വന്ന് കഴിക്കുന്നില്ല. ദോശയുടെ പീസ് ഇടുമ്പം എല്ലായിടത്തുനിന്നും ഫിഷ് ഇങ്ങനെ ചാടി വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം വീണ്ടും കുട്ടികൾ സൈക്കിളുമായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇനി അധിക സമയം ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ തനിഷ്ക അഹനയുടെ സൈക്കിളൊന്ന് ട്രൈ ചെയ്യണം. അതൊരല്പം വലുതാണ്. അതിനുശേഷം എല്ലാവരും സ്കൂട്ടറിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികൾ എല്ലാ ആക്ടിവിറ്റിയും കുറച്ചും കൂടെ ഒന്ന് സ്പീഡാക്കുവാണ്. എനിക്കും സ്കൂട്ടർ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അഥവാ ഞാനൊന്ന് വീണു പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാനത് ചെയ്തില്ല. തനിഷ്ക നല്ലതുപോലെ ബൈക്കും റൈഡ് ചെയ്യും. അപ്പോൾ അഹന എന്നോട് പ്രത്യേകം പറഞ്ഞു, ഇന്ന് അമ്മ വ്ലോഗ് ചെയ്യുമ്പോൾ പറയണം തനിഷ്ക 5 മിനിറ്റ്സ് കൊണ്ടാണ് നല്ലതുപോലെ ബൈസിക്കിള് റൈഡ് ചെയ്യാൻ പഠിച്ചതെന്ന്. അജി പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ അജിക്ക് ഇങ്ങനെ കൺസേൺ ആണ്, അഹനെ വീഴുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നീട് തമർ ഏറ്റെടുത്തു അഹനെ കുറച്ച് നേരം സൈക്കിള് എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന്. തമർ ശരിക്കും പഠിപ്പിച്ചപ്പോൾ അഹനെ കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം പോകാൻ സമയമായി. അപ്പോൾ ഇവരുടെ സ്കൂട്ടർ ഇവിടെ കുറച്ച് ലോക്കലായിട്ടുള്ള കൊച്ചു പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്നവരാണ്. അവർ അഹനയുടെ സ്കൂട്ടർ ഒന്ന് മേടിച്ചിട്ട് അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുവാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് രാജേഷും തമറും പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ ഡെസേർട്ടാണ്, ജസ്റ്റ് ഡെസേർട്ടിൻ്റെ അകത്ത് കയറിയിട്ട് 1-2 റൈഡൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വരാമെന്ന്. തമറാണെങ്കിൽ ഒരു എക്സ്പേർട്ട് ഡെസേർട്ട് സഫാരി ഡ്രൈവറാണ്. എപ്പോഴും ഡെസേർട്ട് സഫാരി എവിടെ നടന്നാലും തമർ പോവും. അപ്പോൾ തമർ നല്ല ഫാസ്റ്റായിട്ട് കുട്ടികളെല്ലാം ഒരു കാറിലിരുത്തിയിട്ട് ഇങ്ങനെ അവിടെ എല്ലാം റൈഡ് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങളും തമറിനെ ഒന്ന് ഫോളോ ചെയ്ത് 1-2 പ്രാവശ്യം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ശരിക്കും പേടിച്ചു. റിയൽ ഡെസേർട്ട് സഫാരിക്ക് പോകുമ്പോൾ സ്റ്റക്കാവുന്നത് പോലെ ഇത് സ്റ്റക്കായ പണിയാവുമെന്നറിയാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു 12-12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ നട്ടുച്ചയ്ക്കെങ്ങാനും ഡെസേർട്ടിൻ്റെ അകത്ത് സ്റ്റക്കായാലും പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് എന്തായാലും ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അജിയടുത്ത് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് തമറിൻ്റെ അടുത്ത് പറയൂ, ഒരുപാട് ഫ്രണ്ടിലേക്ക് പോകണ്ട. മാത്രമല്ല നല്ല മണലെന്ന് വെച്ചാൽ അത്രയ്ക്ക് മണലുള്ളൊരു സ്ഥലവും കൂടിയായിരുന്നു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ വെളിയിൽ തിരിച്ചു വന്നു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് വത്ബ ഏരിയയിൽ കുറച്ചുകൂടി ടൂറിസ്റ്റ് ഏരിയാസ് ഉണ്ട് കാണാൻ. പക്ഷേ ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അറിയില്ല. എന്നാലും പോകുന്ന വഴിക്കാണ് വത്ബ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഫ്ലെമിംഗോസിനെയാണ്.
ഇനി ഫ്ലെമിംഗോസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണോ എന്നതെനിക്കറിയില്ല. അതോ ഇനി ഈ സീസൺ ആവുമ്പം ഫ്ലെമിംഗോസ് അവിടെ വന്നിരിക്കുന്നതാണോ എന്നും അറിയില്ല. അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. വത്ബ ഏരിയയിൽ ഇപ്പം ഞങ്ങൾ വന്ന വത്ബ ലേക്ക്, അതുകൂടാതെ വത്ബ ഡ്യൂൺസ്, അതുകൂടാതെ വത്ബ ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വത്ബ ഹെറിറ്റേജ് വില്ലേജ് എന്നും ആ സ്ഥലത്തെ അറിയപ്പെടുന്നുണ്ട്. ഒരു സീസൺ അനുസരിച്ചാണ്, ഒരു 3-4 മാസമേ അത് ഉണ്ടാവുള്ളൂ. അതിനുശേഷം വീണ്ടും ഒരു ഇയർ ആകുമ്പോൾ വീണ്ടും അത് തുടങ്ങും. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം അതിമനോഹരമാണ്. 2 സൈഡിൽ ഇങ്ങനെ പച്ചപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ഒരു നാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ്. നല്ലൊരു അന്തരീക്ഷവും 2 സൈഡിലും. ഈ സ്വിറ്റ്സർലൻഡിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ നമ്മൾ ടി വിയിൽ. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ 2 മലനിരകളുടെ ഇടയിൽ കൂടെ നമ്മൾ പച്ചിപ്പിൻ്റെ ഇടയിലൂടെ ഒക്കെ പോകുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം ഈ ഒരു റൈഡ്. കുറേ ദൂരം നമുക്ക് ഇങ്ങനെ ഓടിച്ചു പോകാൻ പറ്റും. അതിനുശേഷം വീണ്ടും നമ്മൾ നോർമലായിട്ടുള്ള റോഡിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹെറിറ്റേജ് ഫെസ്റ്റിവൽ സിറ്റി. ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ വേർഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ പോയിട്ടില്ല, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പോയവർ അങ്ങനെയാണ് പറഞ്ഞത്. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ്. ഈ ഫെസ്റ്റിവൽ ഏരിയ എല്ലാം ഒരുപാട് ഫ്ലാഗ് കൊണ്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിലും അധികം ഫ്ലാഗുകളാണ് ആ ഏരിയയിലും റോഡിലും എല്ലാം. UAE ഫ്ലാഗ് വെച്ചിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും അവിടെ കയറുന്നില്ല, നല്ല വെയിലായിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ വത്ബ വെറ്റ്ലാൻഡിലേക്കാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞങ്ങളവിടെ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വെറ്റ്ലാൻഡിലേക്ക് കയറി. അധികം ആളുകളൊന്നുമില്ല അവിടെ, വളരെ കുറച്ച് കാറുകൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ സമയം ഒട്ടും അഡ്വൈസബിൾ അല്ല വെറ്റ്ലാൻഡിൽ വന്നിട്ട് കാഴ്ചകൾ കാണാൻ. കാരണം നല്ല വെയിലായിട്ടുണ്ട്. ഒരു ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഫ്ലെമിംഗോസിൻ്റെ ഏരിയ ആയതുകൊണ്ടായിരിക്കും 2 ഫ്ലെമിംഗോ സ്റ്റാച്യു ഒക്കെ അവർ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റുന്നില്ല, നല്ല വെയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ പോകേണ്ടത് ഈ ഏരിയയിലെല്ലാം നമുക്ക് നടന്നാണ് കാണാൻ പറ്റുന്നത്. ഈ കുറച്ച് ദൂരെയായിട്ട് കുറച്ച് ഫ്ലെമിംഗോസിനെ ഞാനിങ്ങനെ സൂം ചെയ്തിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഈ ഏരിയയിൽ നിന്നിട്ട് ഫ്ലെമിംഗോസിനെ അടുത്ത് കാണാനേ പറ്റുന്നില്ല. ഇത് ഒരുപാട് ദൂരെയാണ് ഈ ഫ്ലെമിംഗോസ് അവിടെ ഇരിക്കുന്നത്. കൊക്ക് പോലെയാണ് എനിക്കിപ്പോൾ ഈ ക്യാമറയിലൂടെ നോക്കുമ്പോൾ കാണുന്നത്. എന്തായാലും ഞങ്ങൾ അവിടെ കയറുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. കാരണം ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും നമുക്ക് ആ ഏരിയ ഫുള്ള് ചുറ്റിക്കറങ്ങി വരാൻ. എന്തായാലും ഉച്ചയ്ക്ക് അതൊരു നല്ല ശ്രമമായിരിക്കില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ നല്ല കാറ്റുണ്ട്, എന്നാലും നല്ല വെയിലുമുണ്ട്. പക്ഷെ വന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴും വെറ്റ്ലാൻഡിൻ്റെ അകത്തോട്ട് ഈ വെയിലത്ത് നടന്ന് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഉറപ്പിച്ചു പോകുന്നില്ല എന്ന്. അപ്പം ഞങ്ങൾ എന്തായാലും തിരിച്ചിറങ്ങുവാണ്. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ് എല്ലാവരും. അതിനുശേഷം ഞങ്ങൾ വേറെ 2-3 ദിവസവും കൂടി അഹനെ സൈക്കിള് റൈഡ് ചെയ്യിക്കാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് എക്സ്പേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ കമൻസ് ഒക്കെ വന്ന് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ ഒരു വ്ളോഗുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.